പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള എടക്കൽ ഗുഹയും അവിടുത്തെ കാഴ്ചകളുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ എടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഗ്രാമത്തിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഏരിയകളുണ്ട്. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടോക്കൺ നമുക്ക് അവിടുന്ന് തരും. ആ ഒരു ടോക്കൺ വാങ്ങിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഒരു 50 രൂപ അടച്ച് നമ്മൾ ആ ടോക്കൺ വാങ്ങണം. അപ്പോൾ അതിലുണ്ടാവും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള നമ്പറൊക്കെ. 10 മുതൽ 1 വരെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു നമ്പറുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്താൽ മതി. ഈ എടക്കൽ ഗ്രാമത്തിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് നമ്മുടെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഗുഹയിലേക്ക് എത്താനായിട്ട് ഒരു 300 സ്റ്റെപ്പ് നമ്മൾ കയറണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലോട്ട് എത്താനായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു റോഡിലൂടെ ഒരു 2 കിലോമീറ്റർ അകലം നടന്നു പോകണം. അപ്പോൾ ദാ ഇതിൻ്റെ ഒരു ഓപ്പൺ ടൈം എന്ന് പറയുന്നത് 9 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ ദാ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഈ വഴിയിലൂടെ നടന്നു പോവാം. പിന്നെ ഗുഹ കയറി ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഇതൊക്കെ കണ്ടില്ലേ, മരത്തിൻ്റെ തവിയും സ്പൂണും അതുപോലെ തന്നെ ചിരട്ടത്തവിയും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് കടകൾ പോകുന്ന വഴിക്കുണ്ട്. എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ദാ നമ്മളൊരു പകുതിയോളം നടന്ന് എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിവെള്ളമൊക്കെ കരുതിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ മുകളിൽ ചെന്ന് ഗുഹയിലോട്ടുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങളും അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ല. അപ്പോൾ കുപ്പിവെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമ്മൾ ഗുഹയിലോട്ട് കയറാനുള്ള സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിനുള്ളിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വില. പിന്നെ ചെറിയ മക്കൾക്ക് ടിക്കറ്റൊന്നും ആവശ്യമില്ല. അങ്ങനത്തെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതായത് കണ്ടില്ലേ, ഇവിടെ മുതലാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഒരു 300 സ്റ്റെപ്പ് നമ്മൾ കയറണം കേട്ടോ. പിന്നെ നല്ല വെയിലും ചൂടൊക്കെ ആണെങ്കിലും ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചൂടൊന്നും അറിയില്ല. ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും അറിയില്ല. പിന്നെ സ്റ്റെപ്പ് കയറിറങ്ങാനുള്ള ഒരു ആരോഗ്യവും മനസ്സൊക്കെ വേണമെന്ന് മാത്രം. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറി ഒരു സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒന്നാമത്തെ ഗുഹ. ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മൾ തിക്കി തിരക്കിയൊന്നും കയറാനായിട്ട് പറ്റില്ല. ക്യൂ നിന്നിട്ട് വേണം കയറാൻ. ഇത് കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ താഴേന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. ദിവസേന ഒരുപാട് ആൾക്കാർ ഈ ഒരു എടക്കൽ ഗുഹ കാണാനായിട്ട് വരുന്നുണ്ട്. കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് കേട്ടോ വരുന്നത്. മലയാളികളും ഒരുപാടുണ്ട്. ഇതാത് കണ്ടില്ലേ, ഇത്രയും ക്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഗുഹയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ആ ക്യൂ ഒക്കെ പതുക്കെ നീങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവാണ് കേട്ടോ സ്റ്റെപ്പൊക്കെ. അപ്പോൾ അതാ എൻ്റെ മോള് കണ്ടില്ലേ, ഇവിടെ നിന്നൊക്കെ നല്ല ഉഷാറിലൊക്കെ കയറി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് മുകളിലെത്തിയപ്പോൾ അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വീണ്ടും മുകളിലോട്ടൊക്കെ കയറിപ്പോയത്.
അപ്പോൾ എടക്കൽ ഗുഹ കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. വയനാട് ജില്ലയിൽ അമ്പലവയൽ എന്ന സ്ഥലത്ത് അമ്പുകുത്തി എന്ന മലയിലാണ് കേട്ടോ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹ സ്വയം രൂപാന്തരപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗുഹ കണ്ടെത്തിയത് ഒരു ബ്രിട്ടീഷുകാരനാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒന്നാമത്തെ ഗുഹ. ഇനി നമ്മൾ രണ്ടാമത്തെ ഗുഹയിലേക്കാണ് കയറാൻ പോകുന്നത്. ഇനിയും കുറേ സ്റ്റെപ്പുകൾ അങ്ങനെ കയറി മുകളിലേക്ക് പോകാനുണ്ട്. ദാ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ അനുവാദമല്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് നമ്മളിതാ സ്റ്റെപ്പൊക്കെ കയറി വീണ്ടും മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറി ഏറ്റവും മുകളിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും താഴ്ന്ന് നമ്മൾ കയറി ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഹയൊക്കെ കണ്ട് ഇറങ്ങി പോകുന്ന ആളുകളും ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് അടിപൊളി വ്യൂ ആണ്. നമ്മൾ എത്ര സമയം ഇവിടെ നിന്നോന്ന് അറിയില്ല കേട്ടോ. അത്രയും ഭംഗിയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ ഗുഹ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പുകളൂടെ ഇറങ്ങി നമ്മൾ പോകണം. ഇതാണ് കേട്ടോ മെയിൻ ഗുഹ. ഇവിടെയാണ് കല്ലിൽ ചിത്രങ്ങളും ലിപികളൊക്കെ കൊത്തി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഗുഹയുടെ ഉള്ളിലായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവർ നമുക്ക് ഈ ഒരു ഗുഹയുടെ ചരിത്രത്തെ പറ്റി പറഞ്ഞൊക്കെ തരുന്നുണ്ട്. പല നാട്ടിലുള്ള പല ഭാഷക്കാരും വന്നു പോകുന്നത് കൊണ്ട് എല്ലാ ഭാഷയിലും നമുക്ക് ഈ ചരിത്രം അവർ പറഞ്ഞു തരുന്നുണ്ട്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുഹയിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കല്ലിൽ കാണപ്പെടുന്ന ഈ ഒരു ചിത്രങ്ങളൊക്കെ അതിൻ്റെ ഒരു തെളിവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കല്ലിലൊക്കെ ഒരുപാട് ലിപികളും ചിത്രങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട് എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ എടക്കൽ ഗുഹയുടെ ഒരു ലാസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ആ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അങ്ങോട്ട് വലിയൊരു കുഴിയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഗേറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ രണ്ട് പാറയ്ക്കിടയിൽ ഒരു കല്ല് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ഇതാണ് എടക്കൽ എന്ന് പേര് വരാൻ കാരണം എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നമ്മൾ കയറി വന്ന അത്രയും ഒരു സ്ഥലം ഇറങ്ങിപ്പോവാനുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു ഗുഹയിലൂടെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഇറങ്ങിപ്പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്, സ്റ്റെപ്പിലൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകണം. എടക്കൽ ഗുഹ കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കാണണം കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ കയറി വന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.